അങ്ങനെ നമ്മുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല 2026 ആറ്റുകാൽ പൊങ്കാല വരുന്ന 3-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ 9:45 അടുപ്പ് കത്തിക്കുന്നത്. നിവേദ്യം പറയുന്നത് 2:15 കേട്ടോ. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനായിട്ട് എത്തുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല വളരെ പ്രസിദ്ധമാണ്. എല്ലാവർക്കും ഒരു ദൈവികമായിട്ടുള്ള ആ ഒരു അനുഭൂതി നേടുന്ന ഒരു സമയം കൂടെയാണ് ഈ ഒരു സമയം. അതുമാത്രമല്ല, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പം ഇത് മാത്രമല്ല, വിളക്കുകെട്ടുകൾ ഇന്നു മുതലേ തുടങ്ങിക്കഴിഞ്ഞു. കാരണം 23-ാം തീയതിയാണ് നമ്മുടെ ഉത്സവം തുടങ്ങുന്നത്. അപ്പോൾ കൊടിയേറ്റത്തോടനുബന്ധിച്ച് തന്നെ വൈകിട്ട് തൊട്ട് വിളക്കുകെട്ടുകൾ വരുന്നതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പോലും, എൻ്റെ അവിടുത്തെ പ്രദേശത്ത് നിന്ന് പോലും 2ഓളം വിളക്കുകെട്ടുകളാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പല പല മൂലകളിലും, അതുമാത്രമല്ല അല്ലാതെയും കുരുത്തോല കൊണ്ടും ഒക്കെയുള്ള വിളക്കുകെട്ടുകളാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണിന് വളരെ കുളിർമയും അതുമാത്രമല്ല നമുക്കും ഒരു അനുഗ്രഹവും എല്ലാം കിട്ടുന്ന ആ ഒരു നിമിഷമാണ് കേട്ടോ. ഞാൻ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെണ്ടമേളമാണ് ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നാരങ്ങ വിളക്കിൻ്റെ അവിടെയും പതിവ് പോലെ തന്നെ തിരക്കുകൾ. ഇനി അങ്ങോട്ട് വളരെ തിരക്കുകളായിരിക്കും. പിന്നെ ഒരുപാട് മീഡിയക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം കാണാനായിട്ട് പല പല സ്റ്റേജുകളിലായിട്ട് ഒരുപാട് പ്രോഗ്രാംസും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല, അന്നദാനവും പല പല സ്ഥലങ്ങളിലായിട്ടാണ് കൊടുക്കുന്നത്. ഓരോ ഓഡിറ്റോറിയം ബേസാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെണ്ടമേളക്കാരുടെയൊക്കെ അവരുടെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ന്യൂസിലും കാര്യത്തിലുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വർഷത്തിൽ ഒരേ ഒരു പ്രാവശ്യം കിട്ടുന്ന അവസരമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും പൊങ്കാലയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കും. അവർ തയ്യാറെടുപ്പുകളൊക്കെ ഒരാഴ്ചയ്ക്ക് മുന്നേ തുടങ്ങും. സാരി എടുക്കുന്ന കാര്യമായാലും സാധനങ്ങൾ വാങ്ങുന്ന കാര്യമായാലും എവിടെ ഇരിക്കണം, നമുക്ക് എവിടെ പോകണം, എവിടെ ഇരിക്കണം സേഫായിട്ട് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു സമയവും കൂടെയാണ്. പിന്നെ അവിടുത്തെ ആ സജ്ജീകരണങ്ങളൊക്കെ പറയാതിരിക്കാൻ വയ്യ. ക്യൂവിൽ നിന്ന് നമുക്ക് സാവധാനത്തിൽ പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവരവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുറം കാഴ്ചകളിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് കച്ചവടക്കാരും ഒരുപാട് കളിപ്പാട്ടം വിൽക്കുന്ന ആൾക്കാരും അതുമാത്രമല്ല എല്ലാ വിൽപ്പനക്കാരും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു സമയമൊക്കെയാണ് അവർക്ക് ഒരുപാട് കച്ചവടങ്ങൾ കിട്ടുന്ന ഒരു സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ ആറ്റുകാൽ പൊങ്കാല എന്നറിയുമ്പോൾ തന്നെ വന്ന് കച്ചവടം നടത്തുന്ന ഒരുപാട് ആൾക്കാരെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അവരും ഇതുപോലെ ദേവിയുടെ പൊങ്കാല സമയമാകുമ്പോൾ അവർക്കും കിട്ടുന്ന ആ ഒരു അവസരങ്ങളാണ്. അപ്പോൾ അവരും അതിനോട് ചേർന്ന് തന്നെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 4 വരെ നടക്കുന്ന ഉത്സവങ്ങൾക്കിടയിൽ ഒരുപാട് കലാപരിപാടികൾ പല പല സ്റ്റേജിലായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എവിടെയാണോ കാണാൻ പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകാം. അതുമാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഇവിടെയാണ് നമ്മുടെ തോറ്റമ്പാട്ട് നടക്കുന്നത്. അപ്പോൾ തോറ്റമ്പാട്ട് ദേവിയുടെ നേർക്ക് തന്നെ നടക്കുന്നത് കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ്. 10 വയസ്സ് തൊട്ടിടാൻ തുടങ്ങിയത്. 10 വയസ്സ് തൊട്ടിടാൻ തുടങ്ങിയത്. എവിടെ വീട് എവിടെ? അടുത്ത് തന്നെ. അടുത്താണോ? അടുത്തെന്ന് പറയുമ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നെടുങ്കാടിന്റെ അടുത്ത്, നെടുങ്കാടിന്റെ ഇപ്പുറം. ശരി ശരി. പഴയോടെ തൊഴാനൊക്കെ വരുമോ? എന്നും ഞാൻ വരും. എന്നും വരും. ദേവിയെ ഭയങ്കര വിശ്വാസവും. അമ്മച്ചെന്റെ കൂടെ ഉണ്ട്. കാലൊടിഞ്ഞപ്പോ എന്റെ കൂടെ ഉണ്ട്. കാലൊടിഞ്ഞപ്പോ അമ്മ എന്റെ കൂടെ ഉണ്ട്. അമ്മ ഉള്ളതോട് ഞാൻ ഇടിച്ചു കിടക്കണം. ആണല്ലേ? അമ്മയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ എന്റെ മോനും 3 പിള്ളേരും. പിള്ളേര് പോയി. അവർക്ക് ചെറിയൊരു ജോലിയുണ്ട്. മോന് അടുത്ത ആഴ്ച പൊങ്കാലൊക്കെ ഇടാനുള്ള എല്ലാ ഞാൻ എന്ന് വരും. 12 ദിവസം വരും. അമ്മയുടെ പേരെന്താ? എന്റെ പേര് വേലമ്മ. വേലമ്മ. ഓക്കെ. ഇതുപോലെ എത്ര അമ്മമാർ കാണുമല്ലേ? അവരുടെയൊക്കെ വിളി കേട്ടു, അവരുടെയൊക്കെ പ്രാർത്ഥന കേട്ട ഒരു അമ്മയാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾക്ക് പറയാനായിട്ട് കാണും, ഒരുപാട് പല തരത്തിലുള്ള കഥകൾ. അപ്പോൾ ഇപ്പോൾ ഈവൻ എല്ലാവർക്കും കാണും.
അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വിശ്വാസത്തോടു കൂടി അവർക്ക് ആ പൊങ്കാല ഇട്ടേ പറ്റൂ. അതാണ് ആ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പൊങ്കാല ഇടാനായിട്ട് സാധിക്കട്ടെ എന്നാണ് ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കാരണം എല്ലാവർക്കും പൊങ്കാല ഇടാനായാലും അതിൻ്റെ ആ ഒരു സമ്പൽ സമൃദ്ധിയും എല്ലാം കുടുംബത്തിനും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആറ്റുകാൽ പൊങ്കാലയെ വരവേൽക്കാനായിട്ട് എല്ലാവരും റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് പൊങ്കാലയുടെ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ നിമിഷങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഇപ്പം ഞാൻ തന്നെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ പാട്ടും ആറ്റുകാലമ്മയുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ഇനിയുള്ള അങ്ങോട്ടുള്ള നിമിഷങ്ങളിൽ ഇതെല്ലാം കാണാൻ പറ്റുമല്ലോ എന്നുള്ളത്. അമ്പ ഓഡിറ്റോറിയത്തിലാണോ കൊടുക്കുന്നത്? ആണ്. അമ്പ ഓഡിറ്റോറിയത്തിൽ ഊണുണ്ട്, കാർത്തികയിൽ കാപ്പിയുണ്ട്, കാപ്പിയും കഴിഞ്ഞ് ഊണും കാണും. അവിടെ ഉച്ചയ്ക്ക് ഊണും കാണും അല്ലേ? രണ്ടിടത്തും ഉണ്ട്, അമ്പയിലും ഉണ്ട്, കാർത്തികയിലും ഉണ്ട്. എല്ലാ വർഷവും കൊടുക്കുന്ന? എല്ലാ വർഷവും 8ാം ഉത്സവം വരെ ഉണ്ടാവും. ചേട്ടാ ഇതിന്റെ എന്തിന്റെ ആളോ? ഞാൻ ഇവിടുത്തെ ഭാരവാഹി. ഇവിടത്തെ പേരെന്താ? എന്റെ പേര് സുനിൽ. ശരി. അപ്പം രാവിലെ ഏർലി മോർണിംഗ് തുടങ്ങും അല്ലേ? മോർണിംഗ് നമുക്ക് അവിടെയാണ് ബസ് തുടങ്ങുന്നത്. കാർത്തികയിൽ ഇഡ്ഡലി, സാമ്പാർ. ഇനി നാളെ തൊട്ടൊക്കെ നല്ല തിരക്കായിരിക്കും അല്ലേ? നാളെ വരെ തിരക്ക് കൂടും. ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഇനിയിപ്പോ ഉത്സവമായിട്ട് അതിന് മുമ്പ് തൊഴാൻ ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്. ഇന്നല്ലേ മോഹൻലാലൊക്കെ വരുന്നത്? ഇന്നാണ് മോഹൻലാൽ വരുന്നത്. 5:15 നമുക്ക് കൊടിയേറും. അന്നദാനത്തിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അവർ സദ്യയുടെ ആ ഒരു ക്യൂ ആണ് കാണുന്നത്. ഇത് അമ്പ ഓഡിറ്റോറിയമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കാർത്തിക ഓഡിറ്റോറിയത്തിലും അന്നദാനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന അന്നത്തിനൊന്നും ഒരു കുറവും കാണത്തില്ല. കാരണം എല്ലായിടവും അന്നദാനം കൊടുക്കുകയാണ്. അന്നദാനം മഹാദാനമാണ്. അപ്പോൾ ഇതും ഒരു സ്റ്റേജാണ്. അവിടെ ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു, ക്ലാസിക്കൽ ഡാൻസ്. അപ്പോൾ എല്ലാവരും വന്ന് ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കുക. എല്ലാവർക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൊങ്കാല ഇടാൻ സാധിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ബൈ. സീ യു.